തൃശൂർ തേക്കിൻകാട് മൈതാനത്ത് യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളായ വിദ്യാർത്ഥികൾ ലഹരിക്ക് അടിമകളെന്ന് പോലീസ്. കൊലയ്ക്ക് ഉപയോഗിച്ച കത്തി വിദ്യാർത്ഥികളുടേത് തന്നെയെന്ന് കണ്ടെത്തി. അതിനിടെ തൃശൂരിൽ പുതുവത്സരം ആശംസിക്കാത്തതിന് യുവാവിനെ 24 തവണ കുത്തിപ്പരിക്കേൽപ്പിച്ചു. ആറ്റൂർ സ്വദേശി സുഹൈബിനാണ് കുത്തേറ്റത്. കാപ്പ കേസ് അടക്കം നിരവധി കേസുകളിൽ പ്രതിയായ ഷാഫിയാണ് കുത്തിപ്പരിക്കേൽപ്പിച്ചത്. അമൽ സുരേന്ദ്രൻ വിവരങ്ങളുമായി. അമൽ, തൃശൂരിൽ നിന്ന് തന്നെ ഞെട്ടിക്കുന്ന 2 വാർത്തകൾ പുറത്തു വരികയാണ്. വിശദാംശങ്ങൾ. അനുജ, തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ന്യൂ ഇയർ എന്ന് പറയുന്നത് ഒട്ടും ശുഭകരമായിട്ടല്ല തുടക്കം എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം തൃശ്ശൂരിൽ തന്നെ അങ്ങേയറ്റം ക്രൂരമായിട്ടുള്ള 2 കുറ്റകൃത്യങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. ഇന്നലെ തൃശ്ശൂർ പുതുവത്സരത്തിൻ്റെ രാത്രിയിൽ ഇന്നലെ തേക്കിൻകാട് മൈതാനത്ത് വെച്ച് നടന്ന കൊലപാതകം എന്ന് പറയുന്നത് അങ്ങേയറ്റം ദാരുണമായിരുന്നു. ആരെയും ഞെട്ടിപ്പിക്കുന്ന ഒന്നായിരുന്നു. കാരണം ഈ ഒരു കുറ്റകൃത്യത്തിൻ്റെ ഗൗരവം വർദ്ധിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ കുറ്റകൃത്യം നടത്തിയത് പ്രായപൂർത്തിയാകാത്ത 16 വയസ്സുള്ള 2 കുട്ടികൾ ചേർന്നതാണ്. ഇതിൽ 14 വയസ്സുകാരനാണ് ഒറ്റ കുത്തുകൊണ്ട് 30 വയസ്സുകാരനായിരുന്ന ലിവിനെ കുത്തി വീഴ്ത്തിയത്. ഇതിനെ തുടർന്ന് ലിവിൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പോലീസിൻ്റെയും നാട്ടുകാരുടെയും തൽക്ഷണമുള്ള പരിശ്രമത്തെ തുടർന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചുവെങ്കിലും ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപ് തന്നെ ഇയാൾ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ഏതായാലും ഇന്ന് പോലീസ് ഈ സംഭവ സ്ഥലത്തെത്തി തേക്കിൻകാട് മൈതാനത്തെത്തി പരിശോധനകൾ നടത്തിയുണ്ടായി. പോലീസിൻ്റെ ഒപ്പം ഫോറൻസിക് വിദഗ്ധരും ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് തെളിവുകൾ ശേഖരിക്കുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം. ഏതായാലും ഇന്നലെ നടന്ന കുറ്റകൃത്യം അതിൽ കുറെ കൂടി വ്യക്തത ഇന്നാണ് വന്നത്. കാരണം എന്ന് വെച്ചാൽ ഈ ലിവിനും ഒരേ സമയം മദ്യപിച്ചിരുന്നു എന്ന കാര്യം വെളിവാകുന്നുണ്ട്. ലിവിൻ മദ്യപിച്ചതിന് ശേഷം ഈ കുട്ടികൾ കഞ്ചാവ് വലിക്കുകയായിരുന്നു. തേക്കിൻകാട് മൈതാനത്ത് മാവിന്റെ ചുവട്ടിൽ നിന്ന് കഞ്ചാവ് വലിക്കുകയായിരുന്നു. അപ്പോൾ ഇത് ചോദ്യം ചെയ്യാൻ വേണ്ടിയാണ് മദ്യലഹരിയിലായിരുന്ന ലിവിൻ ഇവരുടെ അടുത്തേക്ക് ചെന്നത്. ഇവരെ ഒന്ന് പേടിപ്പിച്ച് വിടുക എന്ന ഉദ്ദേശം മാത്രമേ ലിവിൻ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷേ ഈ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഒരു അറ്റാക്ക് ഉണ്ടാകുമെന്ന് അയാൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഇത്തരത്തിൽ 14 വയസ്സുള്ള കുട്ടി സ്വന്തം കയ്യിലിരുന്ന കടാരയെടുത്ത് ലിവിനെ കുത്തുകയായിരുന്നു. ഈ കടാര തൻ്റേതല്ലെന്നും ലിവിൻ്റെ കയ്യിലുണ്ടായിരുന്ന കടാര വെച്ചാണ് താൻ കുത്തിയതെന്നുമൊക്കെ ഒരു വാദം ഈ കുട്ടികൾ ആദ്യം തന്നെ നിരത്തുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല, ഈ കുട്ടികൾ തന്നെ കയ്യിൽ കരുതിയിരുന്നതാണ് കടാര എന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കുട്ടിയുടെ പശ്ചാത്തലത്തെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. നേരത്തെയും ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ സഹപാഠിയെ കത്തികാട്ടി ഭീഷണിപ്പെടുത്തിയതിന്റെ പേരിൽ സ്കൂളിൽ നിന്നും പുറത്താക്കപ്പെട്ടിരുന്ന കുട്ടിയായിരുന്നു ഇത്. അതോടൊപ്പം തന്നെയാണ് 24 കുത്തുകൾ ഉണ്ട് ഇന്ന്. അമൽ സുരേന്ദ്രനാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകി.